Okay, Maklay, so the chapter we are gonna learn today, it is oscillation. നമുക്ക് oscillation start ചെയ്യാം. Oscillation ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് സർ ആദ്യമേ പറഞ്ഞുതരാം. അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് വിൽ മൂവ് ഓൺ. ഓസിലേഷൻസ് എന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയുന്നുണ്ടത് പീരിയോഡിക് മോഷൻ എന്താണെന്നാണ്. പീരിയോഡിക് മോഷൻ. Periodic motion എന്ന് പറഞ്ഞാൽ it is a motion which repeats itself after a certain fixed interval of time. ഒരു ഫിക്സ്ഡ് ഇന്റർവെലിന് ശേഷം വീണ്ടും ആവർത്തിക്കപ്പെടുന്ന മോഷൻ, വീണ്ടും റിപ്പീറ്റഡ് ആകുന്ന മോഷൻ, അതിനെയാണ് നമ്മൾ പീരിയോഡിക് മോഷൻ എന്ന് വിളിക്കുന്നത്. സോ പീരിയോഡിക് മോഷൻ ഇസ് എ മോഷൻ വിച്ച് റിപ്പീറ്റ്സ് ഇറ്റ്സെൽഫ് ആഫ്റ്റർ എ ഫിക്സ്ഡ് ഇന്റർവൽ ഓഫ് ടൈം. ഓക്കെ, അപ്പൊ അതിനെ നമുക്ക് വിളിക്കാം പീരിയോഡിക് മോഷൻ. എക്സാമ്പിൾ, നമ്മുടെ ഏർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് പോകുന്നത്, ഏർത്ത് സണ്ണിന് ചുറ്റും പോകുന്നത്, ഇതൊക്കെ പീരിയോഡിക് മോഷൻ ആണ്. ഈ പീരിയോഡിക് മോഷന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് നമ്മുടെ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുന്നത്. ഓസിലേറ്ററി മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി എ ടു ആൻഡ് ഫ്രോ മോഷൻ. ഓസിലേറ്ററി മോഷൻ പീരിയോഡിക് ആണ്. അതൊരു ടു ആൻഡ് ഫ്രോ മോഷനും ആണ്. അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, അങ്ങോട്ട് പോവുക, ഇങ്ങോട്ട് പോവുക, ഫോർവേഡ് ബാക്ക്വേർഡ്. ഇറ്റ്സ് എ പീരിയോഡിക് മോഷൻ. അപ്പോൾ ഓസിലേറ്ററി മോഷൻ എന്ന് പറയുമ്പോൾ ഒരു ടു ആൻഡ് ഫ്രോ നേച്ചറുള്ള ഒരു മോഷനാണ് ഓസിലേറ്ററി മോഷൻ. ഈ ഓസിലേറ്ററി മോഷന്റെ സ്പെഷ്യൽ കേസ് ആണ് SHM അല്ലെങ്കിൽ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്. ഓസിലേറ്ററി മോഷന്റെ സ്പെഷ്യൽ കേസ് ആയിട്ട് വരും. അപ്പൊ SHM ആകണമെങ്കിൽ, ഒരു മോഷൻ സിമ്പിൾ ഹാർമോണിക് ആകണമെങ്കിൽ അവിടെ വരേണ്ട ഏറ്റവും ബേസിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു -kx. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, ഒരു ഒബ്ജക്റ്റ് എങ്ങോട്ട് പോയാലും ഇറ്റ് വിൽ കം ബാക്ക് ടു ഇറ്റ്സ് മീൻ പൊസിഷൻ. ഇപ്പൊ നമ്മൾ ഒരു സിമ്പിൾ പെൻഡിൽ എടുത്തു, അപ്പൊ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോവാന്ന് വിചാരിച്ചു. കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിനു ശേഷം, സേ ഫോർ എക്സാമ്പിൾ ദിസ് ഇസ് സിമ്പിൾ പെൻഡുലം. ഈ വള്ളി ഒരു സിമ്പിൾ പെൻഡുലാന്ന് വിചാരിച്ചോ, ദിസ് USB കേബിൾ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വാട്ട് ഹാപ്പൻസ്? ഇറ്റ് കംസ് ടു റെസ്റ്റ്. കണ്ടോ? അപ്പൊ ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഏറ്റവും ബേസിക് കൺസെപ്റ്റ്. ദി ആക്സിലറേഷൻ ഷുഡ് ബി ഡയറക്റ്റഡ് ടുവേർഡ്സ് എ മീൻ പൊസിഷൻ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാൻ സാധിക്കണം, F = -kx. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷനെ കുറിച്ചാണ്. ലീനിയർ SHM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഫോഴ്സ് കിട്ടിയിട്ടുണ്ട് അല്ലെ, ഒരു സ്പ്രിങ് ഒക്കെ ഇല്ലേ, സ്പ്രിങ് നമ്മൾ കംപ്രസ് ചെയ്ത് വിടുന്നു. ഈ സ്പ്രിങ്ങിന്റെ ഒക്കെ മോഷനാണ് നമ്മൾ ലീനിയർ SHM എന്ന് പറഞ്ഞ് പഠിക്കുന്നത്. അപ്പൊ ഇവിടുന്ന് തന്നെ നമുക്ക് 2-3 ഇക്വേഷൻസ് എഴുതി പോകാം. F എന്ന് പറഞ്ഞാൽ MA ആണ്, that's equal to -kx, or that will be corresponding to d²x/dt² plus kx is equal to 0. Or from here differential equation of SHM എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഇൻ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് k/m എന്ന് പറഞ്ഞാൽ ω² ആയിരിക്കും. സോ നമുക്ക് ഇങ്ങനെയും എഴുതാം, ω² is equal to k/m. An equation here to remember. അല്ലെങ്കിൽ ടൈം പീരീഡ് is equal to 2π√m/k. ടൈം പീരീഡ് എഴുതാം ഇതിന്റെ ലീനിയർ സിമ്പിൾ ഹാർമോണിക് ഓസിലേറ്റർ. ടൈം പീരീഡ് എന്ന് അറിയാലോ, ടൈം ടേക്കൺ ടു കംപ്ലീറ്റ് വൺ ഓസിലേഷൻ. ഡിസ്പ്ലേസ്മെന്റ് ഇക്വേഷൻ എഴുതുമ്പോൾ, if the object is starting its journey from the mean position, I repeat, mean പൊസിഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ
നമ്മൾ സൈനിന്റെ ഫോർമുല ആയിരിക്കും ഇക്വേഷൻ യൂസ് ചെയ്യുക, മീൻ പൊസിഷനിങ്. അപ്പൊ y is equal to a sin omega t. y is equal to a sin omega t. മീൻ പൊസിഷനിങ് ആണെങ്കിൽ y is equal to a sin omega t ആണ് നമ്മൾ യൂസ് ചെയ്യുക. എക്സ്ട്രീം പൊസിഷനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് കോസ് ഒമേഗ ടി എന്ന എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, മീൻ പൊസിഷനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ y is equal to a sin omega ടിയും എക്സ്ട്രീം പൊസിഷനിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ a cos omega t. അപ്പോ ഇത് മീൻ പൊസിഷൻ. അപ്പൊ ഇത് ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ വെലോസിറ്റി വിൽ ബി a ഒമേഗ കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലെങ്കിൽ വൈ സ്ക്വയർ, വാട്ട് എവർ ദാറ്റ് ഇസ്, ഇറ്റ്സ് എ ഡിസ്പ്ലേസ്മെന്റ്. ഇതാണ് വെലോസിറ്റിയുടെ മറ്റൊരു ഇക്വേഷൻ. ഇതുമായി ഹാർട്ട് ചെയ്ത് ഓർത്തുവയ്ക്കണേ. അതുപോലെ മാക്സിമം വെലോസിറ്റി എന്ന് പറയുന്നത് എ ഒമേഗയാണ്, മിനിമം വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. മിനിമം വെലോസിറ്റി വരുന്ന എവിടെയാണെന്ന് അറിയോ? എക്സ്ട്രീം പൊസിഷനിലാണ് മിനിമം വെലോസിറ്റി. അപ്പോ മാക്സിമം വെലോസിറ്റി വരുന്നതോ മീൻ പൊസിഷൻ. അപ്പൊ വെലോസിറ്റി അവിടെ മീൻ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി അവിടെ മാക്സിമം ആയിരിക്കും. വെലോസിറ്റി അവിടെ 0 ആവുമ്പോൾ കൈനറ്റിക് എനർജി അവിടെ മിനിമം ആയിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ എനർജി അവിടെ മിനിമം ആയിരിക്കും, ഇവിടെ പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആയിരിക്കും. സോ അത് കുറച്ചധികം കൺസെപ്റ്റുകൾ ഇവിടെ നിന്ന് കിട്ടി. വെലോസിറ്റി മാക്സിമം വരുന്നത് മീൻ പൊസിഷനിൽ, അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്, അപ്പൊ പൊട്ടൻഷ്യൽ എനർജി മിനിമം ആണ്. വെലോസിറ്റി മിനിമം വരുന്നത് എക്സ്ട്രീം പൊസിഷനിൽ, അപ്പൊ അവിടെ കൈനറ്റിക് എനർജി മിനിമം ആണ്, പൊട്ടൻഷ്യൽ എനർജി മാക്സിമം ആണ്. വെലോസിറ്റി എഴുതി. And the next one is regarding acceleration. Acceleration നമുക്ക് ഇത് ബേസ് ചെയ്ത് ഇക്വേഷൻസ് എഴുതാം. Acceleration is equal to minus omega square y ആണ് ഫോർമുല. A max ആണെങ്കിൽ that will be minus omega square a. So it will be maximum at the extreme position. Extreme position la maximum. A minimum is equal to 0 and A minimum becomes 0 at mean position. Mean പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനിലും രണ്ട് കണ്ടീഷൻസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എഴുതി, വെലോസിറ്റി എഴുതി, ആക്സിലറേഷൻ എഴുതി. ഇനി 3 പേരെ ഒന്ന് റിലേറ്റ് ചെയ്യാം ഒരൊറ്റ ഗ്രാഫ് വെച്ചിട്ട്. ശ്രദ്ധിച്ചോളെ മക്കളെ, ഒറ്റ ഗ്രാഫ് വെച്ചിട്ട് ഞാൻ 3 പേരെ റിലേറ്റ് ചെയ്യാൻ പോവാണ്. ഒറ്റ ഗ്രാഫ് എന്ന സെൻസ് 3 വരയ്ക്കും ഒറ്റ ഗ്രാഫിൽ. ഓക്കെ, ഇതായിരിക്കും എൻ്റെ ഡിസ്പ്ലേസ്മെന്റിന്റെ ഗ്രാഫ്. എൻ്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. മര്യാദയ്ക്ക് വരച്ചത് ശരിയാവത്തുള്ളൂ. This velocity time graph. This is a displacement time graph. It's a sine graph. The velocity time graph. And this is my acceleration time graph. AT graph. മക്കൾ ഒബ്സർവ് ചെയ്യേണ്ടത് ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫും വെലോസിറ്റി ടൈം ഗ്രാഫും തമ്മിൽ there is a phase difference of π/2. വെലോസിറ്റി ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും തമ്മിൽ there is gonna be a phase difference of π/2. ഓർ ഇങ്ങനെ പറയാം, പൊസിഷൻ ടൈം ഗ്രാഫും ആക്സിലറേഷൻ ടൈം ഗ്രാഫും തമ്മിൽ there is a phase difference of π. അപ്പൊ ഓർത്ത് വയ്ക്കുക കേട്ടോ, എക്സും എക്സ് ടി ബി ടി തമ്മിൽ π/2, വി ടി എ ടി തമ്മിൽ π/2, എക്സ് ടി എ ടി തമ്മിൽ π is the phase difference. ഇനി എനർജി എഴുതാം. ഓൾറെഡി എനർജി എവിടെ മാക്സിമം എവിടെ മിനിമം എന്നൊക്കെ പറഞ്ഞു. So kinetic energy value will be half mv square, or that will be half into m omega square a square minus y square. Kinetic energy എഴുതി. അതുപോലെ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എഴുതാം. പൊട്ടൻഷ്യൽ എനർജി will be corresponding to half into m
ഹാഫ് അല്ല, mgh ആണ് സാധാരണ എഴുതുന്ന ഇക്വേഷൻ. ഇവിടെ ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ ആണല്ലോ. സോ ഹാഫ് ഇൻറ്റു, കുറച്ച് മുന്നേ നമ്മൾ എഴുതി കെ ബൈ എം എന്ന് പറഞ്ഞാൽ ഒമേഗ സ്ക്വയർ ആണ്. സോ കെ ഈസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ. അപ്പൊ ഹാഫ് എം ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ ടോട്ടൽ എനർജി കൂടി നമുക്ക് എഴുതാം. ടോട്ടൽ എനർജി വിൽ ബി കറസ്പോണ്ടിങ് ടു പൊട്ടൻഷ്യൽ പ്ലസ് ദ കൈനറ്റിക്. Potential plus the kinetic, which is equal to half into m omega square a square. So potential plus kinetic എന്ന് പറയുമ്പോൾ half m omega square a square ആണ് ഇക്വേഷൻ. നമുക്ക് എനർജി ഇവിടെ റിലേറ്റ് ചെയ്ത് പടം വരയ്ക്കാം. എനർജി റിലേറ്റ് ഞാനൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ വരും. ടോട്ടൽ എനർജി സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് മാർക്ക് ചെയ്തു. This will be my one graph. My other graph will be like this. Yeah, that's my other graph. Okay. അപ്പോ ഇത് ടോട്ടൽ എനർജിയുടെ കർവ് ആണ്. ഈ ഓറഞ്ച് കർവ് ഇല്ലേ, this is for potential energy. And the green curve corresponds to kinetic energy. Okay. അപ്പോൾ കൈനറ്റിക് എനർജി മക്കൾ നോക്കിയാൽ അറിയാം, മീൻ പൊസിഷനിൽ 0 ആണ്, മാക്സിമം ആണ്. എക്സ്ട്രീം പൊസിഷനിൽ മിനിമം ആണ്. പൊട്ടൻഷ്യൽ എനർജി മക്കൾ നോക്കിയാൽ അറിയാം, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആണ്, മീൻ പൊസിഷനിൽ മിനിമം ആണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ടൈം പീരീഡ്, അതുപോലെ ഫേസ് ഡിഫറൻസ്, കൈനറ്റിക് എനർജി, കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയും നമുക്കുള്ളത്, അവിടെ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള കാര്യമുള്ളത്, ഇപ്പൊ നമ്മൾ ബേസ് ആയിട്ടുള്ള മെയിൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്പ്രിങ്സ് കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് പാരലൽ പറയണം. സ്പ്രിങ്സ് ഇൻ സീരീസ് ആൻഡ് പാരലൽ. സീരീസ് ആൻഡ് പാരലൽ. സ്പ്രിങ്സ് ആൻഡ് സീരീസ് ആൻഡ് പാരലൽ എന്ന് പറയുമ്പോൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എൻ ടു എൻ കണക്ഷൻ ആണ്. സീരീസ് എൻ ടു എൻ കണക്ഷൻ. ഇവന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K1 എന്നും ഇവന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് K2 എന്നും വിളിച്ചാൽ ഇവരുടെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് 1/K will be equal to 1/K1 plus 1/K2. Okay. So 1/K is equal to 1/K1 plus 1/K2. ഇതാണ് സീരീസ് കോമ്പിനേഷൻ. പാരലൽ കോമ്പിനേഷൻ രണ്ട് രീതിയിലുണ്ട്. പാരലൽ കോമ്പിനേഷൻ ഒന്ന് ഇത്, രണ്ട് ഇത്. ഇത് രണ്ടും പാരലൽ കോമ്പിനേഷനാണ്. ഇത് രണ്ടും പാരലൽ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരു എൻഡ് രണ്ട് സ്പ്രിങ്ങിന്റെയും ഒരു റിജിഡ് സപ്പോർട്ടിലേക്ക് അറ്റാച്ച് ചെയ്യണം. മറ്റേ എൻഡ് രണ്ട് സ്പ്രിങ്ങിന്റെയും ഒരു ഫിക്സഡ് മാസിലേക്ക് അറ്റാച്ച് ചെയ്യണം. ഇതാണ് ബേസിക്കലി പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ K equivalent will be K is equal to K1 plus K2. ഓക്കെ. ഇപ്പൊ സ്പ്രിങ്സ് ഇൻ സീരീസും സ്പ്രിങ്സ് ഇൻ പാരലൽ പറഞ്ഞു. ഇവിടെ K is a spring constant എന്ന് മറക്കരുത്. ഇനി സിമ്പിൾ പെൻഡുലത്തിലേക്ക് വരുമ്പോൾ ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ആംഗുലാർ അസെഷൻ. ആംഗുലാർ അസെഷൻ. ആംഗുലാർ അസെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പെൻഡുലം അതിന്റെ ബേസിക് ടൈം പീരീഡ് ഇക്വേഷൻ 2π റൂട്ട് ഓഫ് L/G. 2π റൂട്ട് ഓഫ് L/G. ഇതാണ് ആംഗുലാർ സിമ്പിൾ ഹാർമോണിക് മോഷൻ, ടൈം പീരീഡ് ഓഫ് എ സിമ്പിൾ പെൻഡുലം. ജീന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ജീന്റെ പല സബ്സ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് ചെയ്യാം. അതുപോലെ പല പല ഇക്വേഷൻസ് കണ്ടുപിടിക്കാം സ്മോൾ ജീന്റെ പേരിൽ. ഓക്കെ.
അപ്പോൾ സ്പ്രിങ്സും സീരീസ് ആൻഡ് പാരലൽ പറഞ്ഞു, അതുപോലെ ആംഗുലാർ എസ്എച്ച്എത്തിന്റെയും ടൈം പീരീഡ് ഇക്വേഷൻസ് പറഞ്ഞു. ഓക്കെ, സോ മക്കൾ ഇത്രയൊക്കെയാണ് ഓസിലേഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് നോക്കി കാണേണ്ടതുള്ളത്. അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള പോയിന്റ്സ് കവർ ചെയ്യും. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ 1 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. The displacement of a particle executing simple harmonic motion is given by, this is a function which is given. Then the amplitude of its oscillation is given by. ഈ ഒരു മോഷന്റെ ഓസിലേഷൻ എന്താണ് എന്നാണ് അവർ ചോദിക്കുന്നത്. ഈ ഒരു മോഷന്റെ ഓസിലേഷൻ കണ്ടുപിടിക്കണം. എങ്ങനെ ഓസിലേഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം ഒരു എ നോട്ട് തന്നിട്ടുണ്ട് അവര്. സാധാരണ ഇതിൽ എ നോട്ട് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്. അല്ല, ഇങ്ങനെ ഒരു ഫംഗ്ഷന്റെ മുമ്പിൽ എ നോട്ടെന്നോ ബി നോട്ടെന്നോ അങ്ങനെ ഇതിലെ ടേം അവർ തന്നാൽ അതിന്റെ അർത്ഥം ഈ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നല്ല. ഈ ഒരു മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിനിൽ നിന്നല്ല. ഇറ്റ് ഇസ് ആക്ച്വലി സ്റ്റാർട്ടിങ് ഫ്രം അറ്റ് സം അതർ പൊസിഷൻ അതർ ദാൻ ദി ഒറിജിൻ. അതുകൊണ്ടാണ് എ നോട്ട് എന്നൊരു വാല്യൂ ഉള്ളത്. അപ്പൊ ഒറിജിനിൽ നിന്നല്ല, വേറൊരു പോയിന്റിൽ നിന്നാണ് അവൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മേ ബി ഓവർ ഹിയർ ഇങ്ങനെയായിരിക്കാം സ്റ്റാർട്ട് ചെയ്തത്. അതാണ് ഈ എ നോട്ടിന്റെ അർത്ഥം. ഇതൊരിക്കലും ആംപ്ലിറ്റ്യൂഡ് അല്ല, തെറ്റിദ്ധരിക്കരുത്. ചുമ്മാ ഒരു എ നോട്ട് അവിടെ എഴുതിയിട്ട് ഒരു കാര്യമില്ല. ഇറ്റ് സ്റ്റാർട്ടിങ് ഫ്രം സംവെയർ അതർ ദാൻ ദി ഒറിജിൻ. ദാറ്റ് ഈസ് ദ മീനിങ്. അപ്പൊ എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി, ഈ രണ്ട് ഫംഗ്ഷൻസും തമ്മിൽ there is a phase difference of pi by 2. Now, then the amplitude of its oscillation ആണ് ചോദിക്കുന്നത്. അപ്പോൾ resultant amplitude will be equal to root of AR square plus B square plus phase difference ഉണ്ട് സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും തമ്മിൽ pi by 2, 2AB cos pi by 2. cos pi by 2 എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആണ്. So this will be root of A square plus B square. So the answer is option C for this, root of A square plus B square. അപ്പൊ അതാണ് അങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നാൽ അതിന്റെ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9 ചെയ്യാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 9. ചോദ്യം 9. A simple harmonic oscillator has an amplitude A and time period T. The time required by it to travel from x equal to A to x equal to A by 2. അപ്പൊ x equal to Aയിൽ നിന്ന് x equal to A by 2ലേക്ക് ട്രാവൽ ചെയ്യാനെടുത്ത സമയം അവൻ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? എയിൽ നിന്ന്. എ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷൻ ആണ്. എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് A by 2 ഡിസ്റ്റൻസിലേക്ക്, ദിസ് ഇസ് A by 2. ഓക്കെ, സോ എക്സ്ട്രീമിൽ നിന്ന് A by 2 പൊസിഷനിലേക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് y യൂസ് ചെയ്യാം. y is equal to A cos omega t. So what is y? The amplitude is given as A to A by 2 എന്നാണ് പറയുന്നത് അല്ലെ. A മുതൽ A by 2 വരെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് നമുക്ക് A by 2 എന്ന് എഴുതാം. ഇനിയും A cos omega t. A cancel ആയി. So cos omega t is equal to 1 by 2 എന്ന് കിട്ടി. So cos inverse 1 by 2 will be, so omega 2 will be equal to cos inverse of 1 by 2 എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രി അല്ല 60 ഡിഗ്രിയാണ്. സോ ഒമേഗ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ്. ടൈം required to travel from x equal to A to x equal to A by 2, t ആണ് വേണ്ടത്. സോ 60 ഡിഗ്രി നമുക്ക് പൈയുടെ ഒക്കെ ഫോമിൽ എഴുതാം. സോ ദാറ്റ് വിൽ ബി pi by 3, right? This is actually pi by 3. So finally, last step, what do you write? Omega t. Omega എന്ന് പറഞ്ഞാൽ 2 pi by capital T ആണ്.
into small t, that's equal to pi by 3. Pi by cancel ആയി. ടൈം പീരീഡ് ആണ് വേണ്ടത്. t by 6. Option A is the right answer for the question. t by 6. മക്കൾക്ക് മനസ്സിലായെന്നും സാർ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയാം. നമുക്ക് ആദ്യം തന്നെ ഫംഗ്ഷൻ എഴുതി y = a cos omega t. എന്തുകൊണ്ടാണ് കോസ് ഫംഗ്ഷൻ എടുത്തത്? എയിൽ നിന്ന് a/2 എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം പൊസിഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, a/2 എന്ന ഡിസ്പ്ലേസ്മെന്റിലേക്ക് വരുന്നു. അപ്പൊ y എന്ന് പറയുമ്പോൾ a/2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു a cos omega t. cos omega t is equal to എഴുതി omega t കണ്ടുപിടിച്ചു. അവിടെ ഒമേഗ എന്ന് പറഞ്ഞാൽ 2 pi by t ആണ്. സോ സ്മോൾ t equal to t by 6. ഓപ്ഷൻ A is the answer. മക്കളെ മനസ്സിലായോ ചോദ്യം എങ്ങനെ ചെയ്തേന്ന്? ഡൗട്ട് ഉണ്ടോ? നമുക്ക് മനസ്സിലായോ ഇതെങ്ങനെ ചെയ്തേന്ന്? സാർ ഒന്നുകൂടെ പറയണോ? നോ സാർ, മനസ്സിലായി. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 12. ക്വസ്റ്റ്യൻ നോക്കി തന്നെ മക്കൾക്ക് ആൻസർ പറയാൻ പറ്റും. The phase difference between displacement and acceleration of a particle in simple harmonic motion is. ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് എന്താണെന്നാണ് ചോദ്യം. പറയാം ആർക്കെങ്കിലും? ഓൾറെഡി ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിൽ π/2, വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ π/2, ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിൽ എത്ര ആയിരിക്കും മക്കളെ? What would be the answer? Can you tell me? എന്തായിരിക്കും ആൻസർ? പൈ. മറന്നുപോയോ? കുറച്ച് മുമ്പ് സാർ പറഞ്ഞു തന്നതാണ്. ഒന്നുകൂടെ പറയാം. സാർ ആ ഗ്രാഫ് കാണിച്ചു, ഒന്നുകൂടെ ഗ്രാഫ് കാണിച്ചത് പോവും. y അതായത് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റിയും തമ്മിൽ π/2 ഫേസ് ഡിഫറൻസ്. ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിൽ π/2 ഫേസ് ഡിഫറൻസ്. വെലോസിറ്റിയും ആക്സിലറേഷനും തമ്മിൽ π/2 ഫേസ് ഡിഫറൻസ്. ആൻഡ് ഡിസ്പ്ലേസ്മെന്റും ആക്സിലറേഷനും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് പൈ ആണ് കേട്ടോ. സോ ആൻസർ ഓപ്ഷൻ എ വരും. ചോദ്യം 13. Average velocity of a particle executing a system in one complete vibration is. Average velocity in one complete vibration ആണ് ചോദ്യം. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ കഴിയുമ്പോൾ എന്തായിരിക്കാം ആവറേജ് വെലോസിറ്റി? എനി ഐഡിയ? ആവറേജ് വെലോസിറ്റി ആണ് ചോദിക്കുന്നത് കേട്ടോ. ഒരു കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് ഓർത്ത് നോക്കുക. കംപ്ലീറ്റ് വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ what is idea? മുകളിലേക്ക് പോയി, താഴത്തോട്ട് വന്നു, then it comes back to the same position. Complete vibration of the particle എന്ന് പറഞ്ഞാൽ അതാണ്. മുകളിലേക്ക് പോയി, താഴത്തോട്ട് വന്നു, മീൻ പൊസിഷനിൽ വന്നു, പിന്നെയും താഴത്തോട്ട് പോയി, then again come back to mean position. അപ്പോൾ കംപ്ലീറ്റ് ഒരു വൈബ്രേഷൻ എടുക്കുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അവിടെ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. Therefore the answer will be option A. ഡിസ്പ്ലേസ്മെന്റ് അവിടെ 0 ആണ്. മനസ്സിലായോ? അത് ഇസ് ഇറ്റ് ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 13 മനസ്സിലായോ മക്കളെ? ഇനി എനിക്ക് മനസ്സിലായോ മോളെ? സെല്ലിന് മനസ്സിലായോ? റഫ? യെസ് സർ. വിശ്വ? യെസ് സർ. ഓക്കെ, അടുത്ത ചോദ്യം 15. Question number 15. A particle is executing a system. Its maximum acceleration is alpha. A max. That's alpha. Maximum acceleration പറഞ്ഞാൽ A omega. Omega square A. ഇതാണ് maximum acceleration. A omega square. അതുപോലെ രണ്ടാമത് തന്നിട്ടുള്ളത് മാക്സിമം വെലോസിറ്റി ഇസ് ബീറ്റ.
വി മാക്സ് എന്ന് പറയുമ്പോൾ ബീറ്റ, വി മാക്സ് എന്ന് പറഞ്ഞാൽ എ ഒമേഗയാണ്. നമുക്ക് വേണ്ടത് ടൈം പീരീഡ് ആണ് കേട്ടോ. അപ്പൊ വൺസ് അഗെയിൻ മാക്സിമം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഒമേഗ സ്ക്വയർ ആണ്. അതുപോലെ ബീറ്റ, ദാറ്റ് ഇസ് എ മാക്സിമം വെലോസിറ്റി, ബീറ്റയാണ്. ദാറ്റ്സ് ഈക്വൽ ടു എ ഒമേഗ. രണ്ടിന്റെ റേഷ്യോ എടുക്കുക. എ ഒരു ഒമേഗ ഒമേഗ ക്യാൻസൽ ആയി. സോ ആൽഫ ബൈ ബീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ എന്ന് വരും. ഒമേഗയാണ് നമ്മുടെ ടൈം പീരീഡ്, 2π/t. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൈം പീരീഡ് വിൽ ബി ഈക്വൽ ടു 2π beta by alpha. 2π beta by alpha. That is option C is the right answer for the question. Okay. അപ്പൊ തന്നിട്ടുള്ള കണ്ടീഷൻസ് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മതി. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. തന്നിട്ടുള്ള കണ്ടീഷൻസ് അങ്ങനെ തന്നെ ഉപയോഗിക്കുക, ആൻസർ കണ്ടുപിടിക്കുക. That's it. That's 10-15 for you. ഇനി അടുത്തത് ഓപ്ഷൻ ബി 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 ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓപ്ഷൻ ബി ക്ലിയർ അല്ലേ മോളെ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. Question number 31. The potential energy of a simple harmonic oscillator when the particle is halfway to its endpoint is. Potential energy ആണ് ചോദിക്കുന്നത്. മക്കളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്താ ഫോർമുല അറിയോ? പൊട്ടൻഷ്യൽ എനർജി when the particle is halfway to its endpoint. എൻഡ് പോയിന്റിന്റെ പകുതി വഴി പോയി എന്നാണ് പറയുന്നത്. halfway to its endpoint. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് ആക്ച്വലി a/2 എന്ന് വേണമെങ്കിൽ എടുക്കാം. halfway to its endpoint. halfway പകുതി വഴി ഡിസ്പ്ലേസ്മെന്റ് എൻഡ് പോയിന്റിലേക്ക്. പൊട്ടൻഷ്യൽ എനർജി ഫോർമുല ഇസ് half into k into kന് പകരം നമ്മൾ ഒമേഗ സ്ക്വയർ എം എന്ന് എടുക്കാറുണ്ട്. half into m ഒമേഗ സ്ക്വയർ എക്സ് സ്ക്വയർ ഇങ്ങനല്ലേ? യെസ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു half into m into position is a/2. So a/2 the whole square. That will be half into m omega square a square by 4 ആണ് നമുക്ക് വരിക. half m omega square a square എന്ന് പറഞ്ഞാൽ എനർജിയാണ്, ടോട്ടൽ എനർജിയാണ്. സോ എനർജി ബൈ 4. Energy by 4 is the answer for the question. Option C is the answer. Energy by 4. മനസ്സിലായോ മക്കളെ? ചെയ്തത് ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന ഫോർമുല. കെയിന് പകരം നമ്മൾ ഡെറൈവ് ചെയ്യാൻ ചെറിയൊരു ഡെറിവേഷൻ കാണിച്ചപ്പോൾ മക്കളെ കാണിച്ചിരുന്നു ഹാഫ് ഇൻറ്റു എം ഒമേഗ സ്ക്വയർ എന്ന്. അവിടെ ഞാൻ എന്ത് ചെയ്തു? എക്സിന് പകരം a/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വേറെ ഒന്നും ചെയ്തില്ല. അപ്പൊ എനിക്ക് ഹാഫ് എം ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ 4 എന്ന് ആൻസർ ആയിട്ട് കിട്ടി. മനസ്സിലായോ അത്? Is it clear? മനസ്സിലായോ നോക്കിക്കേ മക്കളെ അത്? ക്ലിയർ ആണോ? ഒന്നും പറയുന്നില്ലല്ലോ. മനസ്സിലായോ? സെലിൻ മോളെ ഒന്നുകൂടെ പറയണോ? ഓക്കെ, ലുക്ക് ഹിയർ. നമ്മുടെ പൊട്ടൻഷ്യൽ എനർജിയുടെ ബേസിക് ഇക്വേഷൻ ആ സാർ യൂസ് ചെയ്യുന്നത്, നത്തിങ് എൽസ്. പൊട്ടൻഷ്യൽ എനർജി ഇസ് ഗിവൺ ബൈ ഹാഫ് ഇൻറ്റു കെ എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ ദ ഫോർമുല ഇസ് half into m omega square x square. That's the basic formula for a potentiometer. ഒരു പൊട്ടൻഷ്യോമീറ്ററിന്റെ ഫോർമുലയാണ്. ഇവിടെ അവർ പറയുന്നുണ്ട് when the particle is halfway to its end point.
ഹാഫ് വേ ടു ഇറ്റ്സ് എൻഡ് പോയിന്റ് എന്ന് വെച്ചാൽ ഹാഫ് വേ ടു ഇറ്റ്സ് എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്, y is equal to a/2 എന്നാണെന്നാണ് അർത്ഥം. ഹാഫ് വേ ടു ഇറ്റ്സ് ആംപ്ലിറ്റ്യൂഡ് ഓർ എൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ y is equal to a/2. ഇനി ആ a/2യുടെ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. And that's why you are getting the answers e/4. ഇപ്പൊ നമുക്ക് മനസ്സിലായോടാ? ആദ്യം എന്താ മനസ്സിലാവാതിരുന്ന സെലിൻ? ഏത് സ്റ്റെപ്പായിരുന്നു ഡൗട്ട് വന്നേ ആദ്യം? ഓക്കെ ഫൈൻ. സ്റ്റാൻഡേർഡ് ഫോർമുല സാർ ആ വട്ടോട്ട് വെച്ചേക്കുന്നതാണ്. ആ ഫോർമുലയിൽ എക്സിന് പകരം a/2 ഇട്ട് കൊടുത്തു, വേറെ ഒന്നും ചെയ്തില്ല. അതുപോലെ ഹാഫ് എം ഒമേഗ സ്ക്വയർ ക്യാപിറ്റൽ എ സ്ക്വയർ എന്ന് പറയുന്നത് ടോട്ടൽ എനർജിയുടെ ഫോർമുലയാണ്. സോ ഇൻ ടേംസ് ഓഫ് ടോട്ടൽ എനർജിയാണ് നമ്മൾ ഫൈനൽ ആൻസറിലേക്ക് പോയത്. ക്വസ്റ്റ്യൻ നമ്പർ 40 നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 40. A pendulum is hung from the roof of a sufficiently high building and is moving freely to and fro like a simple harmonic oscillator. The acceleration of the bob of the pendulum is 20 meters per second square at a distance of 5 meters from the mean position. The time period of oscillation is. Time period ആണ് കണ്ടുപിടിക്കുന്നത്. ടൈം പീരീഡിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ 2π√L/g ആണ്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ആക്സിലറേഷൻ ഓഫ് ദ ബോബ് ഓഫ് ദ പെൻഡുലം എന്താണെന്നാണ് തന്നിട്ടുള്ളത്. അതുപോലെ പൊസിഷനും പറയും. അപ്പൊ ആക്സിലറേഷനും പൊസിഷനും ഉപയോഗിച്ചുള്ള ഏതെങ്കിലും ഇക്വേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആക്സിലറേഷനെയും പൊസിഷനെയും ടൈം പീരീഡിനെയും എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ക്വസ്റ്റ്യനിൽ. ആക്സിലറേഷനെയും പൊസിഷനെയും ടൈമിനെയും. ആക്സിലറേഷനും പൊസിഷനും ഒമേഗയും വരുന്നൊരു ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ് മക്കളെ, പറയാമോ ആർക്കെങ്കിലും? ആക്സിലറേഷനും പൊസിഷനും ഒമേഗയും അറിയോ ഏതാണത്? ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സാറ് പഠിപ്പിച്ചതാണ് ഒമേഗ സ്ക്വയർ വൈ അല്ലെങ്കിൽ മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. ആ ഇക്വേഷൻ നമുക്കറിയാം. ഇവിടെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് 20 ആണ്. ഒമേഗയുടെ വാല്യൂ അറിയത്തില്ല, ഒമേഗ കണ്ടുപിടിക്കണം. ഇൻറ്റു വൈയുടെ വാല്യൂ 5 ആണ്. സോ ഒമേഗ സ്ക്വയർ വിൽ ബി കറസ്പോണ്ടിങ് ടു 4 or omega will be equal to 2. ഈ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. t is equal to 2 π/2 അല്ലെ? t is equal to pi. So the answer will be pi seconds. Option B is the answer. ഇവിടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് എന്തോ വലിയ സാധനമായിട്ടൊക്കെ തോന്നാം, പക്ഷെ അത് വളരെ സിമ്പിൾ ആയിട്ട് ടാക്കിൾ ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. നമ്മൾ എന്താ ചെയ്തേ? ടൈം പീരീഡിന്റെ ഫോർമുലയും കാര്യങ്ങളൊന്നും ഉപയോഗിക്കേണ്ട വന്നില്ല. സിംപ്ലി ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ വൈ എന്ന കണ്ടീഷൻ എടുത്തു. എന്നിട്ട് A20 ഇട്ട് കൊടുത്തു, വൈയുടെ 5 ഇട്ട് കൊടുത്തു. ഒമേഗ സ്ക്വയർ 2 എന്ന് കിട്ടി. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. അപ്പൊ ടീന്റെ വാല്യൂ പൈ ആയി മാറി. ഇത്രയേ ഉള്ളൂ. മനസ്സിലായോ മക്കളെ? Is it clear? മെത്തേഡ് മനസ്സിലായോ? യെസ്. ആർക്കെങ്കിലും സംശയമുള്ളവരുണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ, സാർ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരാം. ഇനി അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 41 തന്നെ ചെയ്യാം. A spring of force constant K is cut into length of ratio 1:2:3. അപ്പൊ ഒരു ഫോഴ്സ് കോൺസ്റ്റന്റ് K ഉള്ള നമ്മുടെ സ്പ്രിങ്ങിനെ നമ്മൾ കട്ട് ചെയ്യുന്നു 3 പീസായിട്ട്. 1:2:3 ആണ് റേഷ്യോ. അപ്പൊ സ്പ്രിങ് ഫോഴ്സ് കോൺസ്റ്റന്റ് K ആയിരുന്നു, അതിനെയാണ് 3 കഷ്ണമാക്കി മാറ്റി.
ലെങ്ത്തിന്റെ റേഷ്യോ ആണ് അവർ തന്നിട്ടുള്ളത്. They are connected in series and the new constant is k dash. Then they are connected in parallel and the force constant is k dash, k double dash. K ഡാഷിന്റെയും k double ഡാഷിന്റെയും റേഷ്യോ ആണ് വേണ്ടത്. ആദ്യം സീരീസ് കണക്ട് ചെയ്തു, പിന്നെ പാരലൽ കണക്ട് ചെയ്തു. അപ്പൊ ഓരോ പീസിന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് അറിയണം അല്ലേ? ഓക്കെ. അപ്പോ K ആണ് ഈ സ്പ്രിങ്ങിന്റെ ടോട്ടൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ലെങ്ത്തിന്റെ റേഷ്യോ L1 L2 L3 എന്ന് പറയുന്നത് 1:2:3 ആണ്. ഓക്കെ. അപ്പൊ ടോട്ടൽ ലെങ്ത് എന്തായാലും L ആണെന്ന് വിചാരിക്കും നമുക്ക്. അപ്പൊ L1 എന്ന് പറഞ്ഞാൽ 1:2:3 എന്ന് പറയുമ്പോൾ 6 അല്ലേ വരുന്നത്. 2 + 1 3, 3 + 3 6. L1 is 1/6. I mean 1/6 of the total length. L2 എന്ന് പറഞ്ഞാൽ 2/6 of the total length. L3 എന്ന് പറഞ്ഞാൽ 3/6 of the total length. അപ്പൊ ഓരോ ലെങ്ത്തും കിട്ടി. ഓക്കെ, ഓരോ ലെങ്ത്തും കിട്ടി. അപ്പൊ L1 എഴുതി, L2 എഴുതി, L3 എഴുതി. ഇനി നമുക്ക് വേണ്ടത് എന്താണ് K1, എന്താണ് K2, എന്താണ് K3? അതാണ് അടുത്തതായിട്ട് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ ലെങ്ത് എഴുതിയതിന്റെ ബേസിൽ നമുക്ക് അതും എഴുതാം. ലെങ്ത് ഓൾറെഡി നമ്മൾ എഴുതിയല്ലോ. അപ്പൊ ഇനി നമുക്ക് K എഴുതാം. ബേസ്ഡ് ഓൺ ദാറ്റ് K1 എഴുതണം, K2 എഴുതണം, K3 എഴുതണം. ഓക്കെ, അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക? അതിന് കെയും എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് വേണം. ഓക്കെ, കെയും ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് ഈ കെയും എല്ലും റിലേറ്റഡ് ആകുന്നത്? ലെങ്ത് കുറയുമ്പോൾ മക്കളെ കെ കൂടുവാണോ കുറയുവാണോ ചെയ്യുന്നത്? ഡു യു ഹാവ് എനി ഐഡിയ? ലെങ്ത് കുറയുമ്പോൾ കെന്റെ വാല്യൂ കൂടുവോ കുറയുവോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ലെങ്ത് കൂടുമ്പോൾ കെന്റെ വാല്യൂ നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. സപ്പോസ് എൻ്റെ ഒരു സ്പ്രിംഗ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ സ്പ്രിങ്ങിനെ ഞാൻ കെ കോൺസ്റ്റന്റ് ഉള്ളതിനെ n പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ പുതിയ സ്പ്രിംഗ് കോൺസ്റ്റന്റ് വിൽ ബി nk. അതായത് ലെങ്ത് കുറഞ്ഞു. ഈ ഒരു സ്പ്രിങ്ങിനെ n നമ്പർ ഓഫ് പീസസ് ആയിട്ട് ഞാൻ മുറിച്ചപ്പോ ഇവന്റെ ടോട്ടൽ ലെങ്ത് കുറഞ്ഞു. അതായത് ഇവന്റെ ഓരോ പീസിന്റെയും ലെങ്ത് ചെറുതായി. പക്ഷേ ഓരോ പീസിന്റെയും സ്പ്രിംഗ് കോൺസ്റ്റന്റ് n ടൈംസ് ആയി. ഇവന്റെ ലെങ്ത് L/n ആയപ്പോ സ്പ്രിംഗ് കോൺസ്റ്റന്റ് n ടൈംസ് ആയി ഓരോ പീസിന്റെയും. ഐ റിപ്പീറ്റ് വൺസ് അഗെയിൻ. ഒരു ടോട്ടൽ സ്പ്രിംഗ് എടുത്തു, അവന്റെ കോൺസ്റ്റന്റ് k ആയിരുന്നു. ഇവനെ n കഷ്ണങ്ങളാക്കി മുറിച്ചപ്പോ ഓരോ കഷ്ണത്തിന്റെയും ഫോഴ്സ് കോൺസ്റ്റന്റ് വിൽ ബി nk. ഓരോ ഫോഴ്സ് കഷ്ണത്തിന്റെയും, ഓരോ ചെറിയ പീസിന്റെയും ഫോഴ്സ് കോൺസ്റ്റന്റ് വിൽ ബി nk. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, the meaning of that statement is k is inversely proportional to the length ആണ്. k is inversely proportional. ഇത് ഓർത്ത് വെക്കണം കേട്ടോ, nk ആകുന്നത്. വേണമെങ്കിൽ നിങ്ങൾ സൈഡിലൊന്ന് എഴുതി വെച്ചോ. സാർ ഒന്നോട്ട് ഇവിടെ എഴുതി വെക്കാം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വന്നതാണ്. ഒരു സ്പ്രിംഗ് എടുത്തു, n നമ്പർ ഓഫ് പീസസ് ആക്കി മുറിച്ചു. ഓരോ പീസിന്റെയും ഈച്ച് പീസ് വിൽ ഹാവ് nk. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? k is proportional to 1/L എന്ന് എഴുതാം. k is proportional to the length, inversely proportional to the length. അപ്പൊ k1 is inversely proportional to, k1 എന്ന് വെച്ചാൽ L1 അല്ലേ, 1/L1. രണ്ടിന്റെയും കൂടെ റേഷ്യോ എടുക്കാം നമുക്ക്. അങ്ങനെ k1ഉം k2ഉം k3യും കണ്ടുപിടിക്കണം. അതാണ് ഫസ്റ്റ് ജോബ്. അപ്പൊ k1 എന്ത് വരും? k1 will be k1/k. that will be corresponding to L/L1 അല്ലെ? റേഷ്യോ എടുക്കുമ്പോ L/L1. What is L1? L1 is 1/6L. So that will be L/1/6L. L പോയി 6 goes to numerator. K1 will be 6L. K1 will be equal to 6K. അതുപോലെ K2 എന്ത് വരും? Similarly K2 കണ്ടുപിടിക്കണം. K2 proportional to 1/L2 ആണ്.
again k proportional to 1 by L ആണ്. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എടുക്കാം നമുക്ക്. അപ്പോ k2 by k is equal to L by L2. What is L2? L2 is 2 by 6L. Substitute. So L by 2 by 6L. L goes, 6 goes to the numerator over there. So 6 by 2 is 3. So K2 is corresponding to 3K. K2 മക്കളെ 3K ആണ്. K2 ന്റെ വാല്യൂ 3K. അടുത്ത് K3 ന്റെ വാല്യൂ വേണം. K3 ന്റെ വാല്യൂ ഇതേ മെത്തേഡിൽ കണ്ടുപിടിക്കാം. K3 proportional to, sorry ഇവിടെ താഴെ എഴുതുന്നു, 1 by L3. K proportional to 1 by L. രണ്ടിന്റെ റേഷ്യോ എടുക്കുമ്പോൾ K3 by K is equal to L by L3. What is L3? 3 by 6L. That will be, but K3 is equal to 2K. K3 is equal to 2K. K1 is equal to 6K. K2 is equal to 3K. And K3 is equal to 2K. മക്കളെ ഫസ്റ്റ് സ്റ്റെപ്പേ ആയിട്ടുള്ളൂ. ഇത്രയും മനസ്സിലായെന്ന് പറഞ്ഞേ. അനീനയ്ക്ക് മനസ്സിലായ മോളെ ഈ ചെയ്തത്? സെലിന മനസ്സിലായ മോളെ? റഹഫയ്ക്ക് മനസ്സിലായോ? Yes, sir. വിശ്വ? Yes, sir. ഓക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്തത് എന്താ? ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇവർ തന്നിട്ടുണ്ടായിരുന്ന ഇതായിരുന്നു. നമ്മൾ ആദ്യം തന്നെ അതിനെ ഇങ്ങനത്തെ റേഷ്യോ ആക്കി. L1 എന്താന്ന് എഴുതി, L2 എന്താന്ന് എഴുതി, L3 എന്താന്ന് എഴുതി. 1 + 2 + 3 6 ആണ്. അപ്പൊ L1-നെ 1 by 6L എന്നും, L2-നെ 2 by 6L എന്നും, L3-നെ 3 by 6L എന്നും എഴുതി. അതിനുശേഷം നമ്മൾ എന്തെഴുതി? K1, K2, K3 etc. എഴുതി. ഇനിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ്. The last step for the question. Series and parallel. ആദ്യം ഈ മൂന്ന് പേരെയും സീരീസ് കണക്ട് ചെയ്യാം അല്ലെ. ആദ്യം സീരീസ്. സീരീസ് ആണെങ്കിൽ നമ്മുടെ ഫോർമുല 1 by K equivalent is equal to, ഇവിടെ 1 by K dash എന്നാണ് അവർ വിളിക്കുന്നത്, 1 by K1 plus 1 by K2 plus 1 by K3. That will be equal to 1 by 6K plus 1 by 3K plus 1 by 2K. മക്കളെ ഇതിന്റെ ഈക്വലിന് കണ്ടുപിടിക്കണം. അപ്പോ നമുക്ക് 1 by K പുറത്തെടുക്കാം. ബാക്കിയുള്ളത് എന്തായാലും സോൾവ് ചെയ്യണം. There is no other way around. LCM എടുത്തു കഴിഞ്ഞാൽ 6, 3, 2, 2 എടുത്താൽ 3, 3, 1, 3, 3, 1. അപ്പൊ 3√2 അല്ലെ, അല്ല 3 2s are 6 കോമൺ എടുക്കാം. 3 2s are 6. ഓക്കെ. ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ മക്കളെ. LCM എടുത്തോ, എങ്ങനെയാന്ന് വെച്ചാൽ കോമൺ ഫാക്ടർ എടുത്തോ, എങ്ങനെയാന്ന് വെച്ചാൽ ചെയ്തോളൂ. ആൻസർ കണ്ടുപിടിക്കുക എന്തായാലും. ഇത് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി ഞാൻ വിട്ടേക്കോ കേട്ടോ. സോൾവിങ് ഇസ് നിങ്ങളുടെ ജോലി. ടഫുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം. പിന്നെ സീരീസിൽ കണക്ട് ചെയ്തു, പാരലായിട്ട് കണക്ട് ചെയ്തു. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ K ഡബിൾ ഡാഷ് ആണ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല. K1 plus K2 plus K3 ആണ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. That will be equal to 6 plus 3 9, 9 plus 2 10, 11K. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനിയും K ഡാഷ് കണ്ടുപിടിക്കുക. K ഡബിൾ ഡാഷ് ഞാൻ കണ്ടുപിടിച്ചു. പിന്നെ റേഷ്യോ എടുത്തിട്ട് റേഷ്യോ എടുക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. മെത്തേഡ് സാർ പറഞ്ഞു തന്നു. ഇനി ഞാൻ വെച്ച് നീട്ടുന്നില്ല, മെത്തേഡ് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഫൈൻഡ് ഔട്ട് ദി ആൻസർ. ഓക്കെ. സോ ഇത്രയും മനസ്സിലായോ? 3 സ്റ്റെപ്സ് ആണ് അവിടെ ഉള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ റേഷ്യോ കണ്ടുപിടിച്ചതിന് ശേഷം ലെങ്ത് കറക്റ്റ് ആയിട്ട് എഴുതുക എന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. L1 എഴുതുക, L2 എഴുതുക, L3 എഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ K1ഉം K2ഉം K3 കണ്ടുപിടിക്കുക. അപ്പൊ അത് രണ്ട് കണ്ടീഷൻസ് വെച്ച് കമ്പയർ ചെയ്താണ് നമ്മൾ കണ്ടുപിടിച്ചത്. അങ്ങനെ K1ഉം K2ഉം K3യും കണ്ടുപിടിച്ചു. അതിനുശേഷമാണ് സീരീസ് ആൻഡ് പാരലൽ. സീരീസ് ആൻഡ് പാരലൽ സ്റ്റെപ്പ് ഈസിയാണ്. ഇത് സോൾവ് ചെയ്യണം എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. Then find the ratio. ഈ മെത്തേഡ് ക്ലിയർ ആണോ എല്ലാവർക്കും? വിശ്വയ്ക്ക് മനസ്സിലായോ മോനെ ഈ മെത്തേഡ്? വിശ്വ, Yes, sir. അനീന? Yes, sir.
സെലിൻ ഒന്നുകൂടെ പറയണോ? റഫ? Yes, sir. മനസ്സിലായി. ഓക്കെ, മക്കൾ ആരെങ്കിലും ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, സാർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇത് എഴുതിയെടുത്തോ എല്ലാവരും? ഹാസ് എവരിവൺ റിട്ടൺ ദിസ്? എല്ലാവരും എഴുതിയെടുത്തെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒരു തംസ് അപ്പ് ഇട്ട് തരൂ സാറിന്. എല്ലാവരും എഴുതി കഴിഞ്ഞെങ്കിൽ ചാറ്റ് ബോക്സിൽ എഴുതി കഴിഞ്ഞവർ ഒരു തംസ് അപ്പ് തരൂ. Give me a thumbs up in the chat box. Anina, Vishwa, Rafa. Waiting for Celine. Yeah, Celine also. Okay, let's move over to the next question then. What is the ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം, question number 52. ചോദ്യം 52. Time period of a simple pendulum is 2 seconds. If its length is increased by 4 times, then its time period becomes length 4 times increase ചെയ്തു. അപ്പോൾ ആ ഒരു ടൈം പീരീഡിന് എന്ത് പറ്റും? അതാണ് ചോദ്യം. നോക്കാം. ടൈം പീരീഡ് ഇനീഷ്യലി 2 സെക്കൻഡ്സ് ആയിരുന്നു. ടൈം പീരീഡ് ഇസ് ഈക്വൽ ടു 2π√L/g. പുതിയ ടൈം പീരീഡ്. അപ്പൊ ഇവിടെ ജി കോൺസ്റ്റന്റ് ആണ്. ഈ ഒരു ക്വസ്റ്റ്യനില് 2πയും കോൺസ്റ്റന്റ് ആണ്, ലെങ്ത് മാത്രം മാറുന്നു. ടി പ്രപ്പോർഷണൽ ടു √L, ടി ഡാഷ് പ്രപ്പോർഷണൽ ടു √L'. ടേക്ക് ദ റേഷ്യോ മക്കളെ. സോ ടി ബൈ ടി ഡാഷ് is equal to root of L/L'. What is L? L എന്തുവാ? Length is increased by 4 times. L/L' 4 times. 4 times. 4L. L' അപ്പൊ 4L ആണ്. L cancel ആയി. √1/4, that is 1/2. So that is T by T dash. So T dash is equal to 2T. What is T given us? 2 seconds. So 2 into 2, that is 4. Answer is 4 seconds. Option D is the right answer for the question. Yes. Appa answer it. മനസ്സിലായോ മക്കളെ മെത്തേഡ്? Is it clear? Celine? Yes, sir. Anina, Rafa, Vishwa, മക്കൾക്ക് മനസ്സിലായോ? Yes, sir. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question. Question number 38 is what we're going to do next. A body executes simple harmonic motion with an amplitude A. At what displacement from the mean position is the potential energy of the body is 1/4 of its total energy? Potential energy of a body is 1/4 of the total energy. ഇതാണ് കണ്ടീഷൻ. What displacement? Potential energy ഫോർമുല നമുക്കറിയാം. 1/2 into m omega square x square. That's equal to 1/4. Total energy is 1/2 into m omega square a square. That's the total energy formula. So 1/2 m omega square cancels out. So x square equal to a square by 4, or x is equal to a by 2. X is equal to a by 2 എന്നാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. And that is the answer for the question. Option B ആണ് ആൻസർ. മനസ്സിലായോ മക്കളെ? ക്ലിയർ അല്ലേ? ഈസി സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റൻ ആണ്. 38 ആണ് കേട്ടോ നമ്മളിപ്പോ ചെയ്തത്.
അടുത്ത ചോദ്യം. ചെയ്യാത്ത ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻസ് അത് നോക്കുവാണ്. ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം ഇതാണ്. Question number 26. A body is executing simple harmonic motion. When displacement from the mean position is 4 centimeter and 5 centimeter, the corresponding velocities of the body is 10 centimeter per second and 8 centimeter per second. Then the time period of the body is. ആ ബോഡിയുടെ ടൈം പീരീഡ് എത്രയാണെന്നാണ് ചോദ്യം. റൈറ്റ്, ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ രണ്ട് കണ്ടീഷൻസ് അവിടെ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് 4 ആകുമ്പോൾ വെലോസിറ്റി എന്ത്, ഡിസ്പ്ലേസ്മെന്റ് 5 ആകുമ്പോൾ വെലോസിറ്റി എന്ത്, രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് കണ്ടീഷൻസ് നമുക്ക് ചെയ്യാം. സോ ഫസ്റ്റ് കണ്ടീഷൻ, വെലോസിറ്റി ഫോർമുല ഇതാണ്, ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഫൈൻ. സോ ഈ ഇക്വേഷൻ രണ്ട് വട്ടം എഴുതുക, റേഷ്യോ എടുക്കുക, ആൻസർ കിട്ടാൻ. അതാണ് മെയിൻ ഈസി മെത്തേഡ്. സെന്റിമീറ്ററിൽ തന്നെ ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദ ആൻസർ. ഫസ്റ്റ് കേസിലെ വെലോസിറ്റി 10 centimeter per second, that's equal to omega root of a square minus 4 square ആണ്. അടുത്ത കേസില് 8, that's equal to omega root of a square minus 5 square ആണ് സെക്കൻഡ് കേസിൽ. രണ്ടിന്റെയും കൂടി റേഷ്യോ എടുത്താൽ മതി, നമുക്ക് ആൻസറിലേക്ക് എത്താം. So that will be corresponding to omega cancel ആയി. ഇപ്പോൾ റേഷ്യോ എടുത്തപ്പോൾ സ്ക്വയർ എടുക്കേണ്ടി വരും അല്ലെ. 5/4 is equal to whole root of a square minus 16 by a square minus 25. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കണം നമുക്ക്. രണ്ട് സൈഡിന് സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഒമേഗയാണ്, ടൈം പീരീഡ് ആണ് ആക്ച്വലി. പക്ഷെ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ രണ്ട് സൈഡ് സ്ക്വയർ എടുക്കാം. അപ്പൊ 25/16 equal to a square minus 16 by a square minus 25. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. 25a square minus 625 equal to 16a square minus 256. That will be 16, 25, 16, 9, right? 9a square is equal to 625 minus 256. 256, 15, 1. That will be 9. That will be 6. And this will be 3. 369. 369. 369 9 പോകുമോ നോക്കാം. That's equal to 36 4 times 9 1. Root 41. It doesn't look like good value. Anyway, നോക്കട്ടെ. 4 1. അപ്പൊ a is equal to 41. a square is equal to 41. അങ്ങനെ കിടക്കട്ടെ. നമുക്ക് വേണ്ടത് എന്തുവാ, ഒമേഗ അല്ലേ വേണ്ടേ? നമുക്ക് നോക്കാം. ഏതെങ്കിലും ഒരു ഇക്വേഷൻ 10 ഈക്വൽ ടു ഇതിന്റെ വാല്യൂ ഫസ്റ്റ് ഇക്വേഷനിലോ സെക്കൻഡ് ഇക്വേഷനിലോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗ റൂട്ട് ഓഫ് എ സ്ക്വയർ ഇപ്പൊ 41 മൈനസ് 4 സ്ക്വയർ 16. So that's equal to 41 minus 16 എന്ന് പറയുമ്പോൾ എത്ര വരും? മക്കളെ സാർ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ.
256, 625, 16, 16, 16, 16, 256 അല്ലേ? നോക്കിയേക്കാം. 9, 6 1 1, 6 5, 26, 9. Okay, that will be corresponding to നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ കിട്ടത്തില്ല എന്ന് തോന്നുന്നു അല്ലേ? ഞാൻ ചെയ്തതിൽ ഇതിന് കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ മക്കളൊന്ന് നോക്കിയിട്ട് പറഞ്ഞേ. Is there any calculation mistake in what I have done? 10 മക്കൾ നോക്കിയിട്ട് എന്തെങ്കിലും കണ്ടോ? കാണുവാണ് സാറോട് പറ. I'll also check. കണ്ടോ ആരെങ്കിലും എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക്? നമുക്ക് ആൻസർ കിട്ടത്തില്ല കറക്റ്റ്. We were supposed to get the answer, but 5 and 4. 5 is 25, 16. S square minus 16. മക്കൾ ആരെങ്കിലും എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക്? സെലിൻ എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നിയോ? അനീന ആർക്കെങ്കിലും തോന്നിയോ? റഫ S square minus A square minus 25, 5, 4, 16, 25, 5 by 4, 10, 8, 8, 5, 4, 25 plus 1, 16 A square minus, I can't find anything wrong, 61, 36, 4, 1. What is 41 minus 16? 16. That will be 24. ഇത് കറക്റ്റ് ആണല്ലോ അല്ലേ? കറക്റ്റ് അല്ലേ മക്കളെ? തെറ്റൊന്നുമില്ല അല്ലേ? ഓക്കെ ഫൈൻ. 25 plus 16. ഓക്കെ മക്കളെ, അത് കറക്റ്റ് ആണ്, പ്രശ്നമൊന്നുമില്ല. ഓക്കെ എനിവേ, അപ്പൊ ഇത് റൂട്ട് 41 മൈനസ് 16 എന്ന് പറയുമ്പോൾ 25 വരും. അപ്പൊ 5 വരും. ഇറ്റ്സ് റൈറ്റ്. അപ്പൊ ഒമേഗ ഈസ് ഈക്വൽ ടു 2 ആണ്. സോ 2 പൈ ബൈ ടി. സോ 2 ക്യാൻസൽ ആയി. അപ്പൊ ടൈം ഇസ് ഈക്വൽ ടു പൈ സെക്കൻഡ്സ്. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഞാൻ 41 മൈനസ് 16 ചെയ്യാതെ നോക്കിയിരുന്നതാ. ഓക്കെ, സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. നമുക്ക് മനസ്സിലായോ അത്? അനീന ക്ലിയർ ആണോ അത്? അനീന, സെലിൻ, ഓക്കെ. റഫ, മനസ്സിലായി സർ. ഓക്കെ. വിശ്വ, സർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. വോയിസ് ബ്രേക്ക് ആയിരുന്നു. വോയിസ് ബ്രേക്ക് ആയോ? ഏതാ മോനെ മനസ്സിലാവാത്തത്? ഈ ഫോർമുല ഒന്നുമില്ല, ഒന്നുകൂടെ സാർ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ യൂസ് ചെയ്ത ഫോർമുല. ഈ ഫോർമുല 2 വട്ടം യൂസ് ചെയ്യാം. 2 വട്ടം ഇക്വേഷന്റെ യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ 10 സെന്റിമീറ്റർ ആൻഡ് 8 സെന്റിമീറ്റർ 2 കണ്ടീഷൻസ് അപ്ലൈ ചെയ്തു. 2 കേസസ് ഉണ്ടല്ലോ. 10 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വരുമ്പോൾ 4 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ്, 8 സെന്റിമീറ്റർ പെർ സെക്കൻഡ് വരുമ്പോൾ 5 സെന്റിമീറ്റർ ഡിസ്പ്ലേസ്മെന്റ്. രണ്ടിന്റെ റേഷ്യോ എടുക്കുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, സോൾവ് ചെയ്യുക, എന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതിനുശേഷം ഒന്നല്ലെങ്കിൽ ഇക്വേഷൻ 1 അല്ലെങ്കിൽ ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ സ്ക്വയറിന്റെ വാല്യൂ ഒന്നല്ലെങ്കിൽ ഇക്വേഷൻ 1 അല്ലെങ്കിൽ ഇക്വേഷൻ 2 കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് വൺസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് യു വിൽ ഗെറ്റ് ദി ആൻസർ. അത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, മനസ്സിലായോ വിശ്വ? ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നു സാറാ, അത് വെച്ചുകൊണ്ട് സമയം കളഞ്ഞതാ. ഇറ്റ്സ് ടിപ്പിക്കലി an easy question. Question number 36 ഒന്ന് ചെയ്തോണ്ട്. In a simple harmonic motion, when the displacement is 1/2 the amplitude, what fraction of the total energy is kinetic?
ടോട്ടൽ എനർജിയുടെ എത്രമാത്രമാണ് കൈനറ്റിക് എന്നാണ് ചോദ്യം. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി ഇസ് കൈനറ്റിക്? ഓക്കെ, അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 1/2 ദി ആംപ്ലിറ്റ്യൂഡ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് a/2 ആണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഈക്വൽ ടു 1/2 ഇൻറ്റു m ഇൻറ്റു v സ്ക്വയർ ആണ്. v എന്ന് വെച്ചാൽ ഒമേഗ സ്ക്വയർ a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. That is the kinetic energy. So 1/2 into m into omega square a square minus x എന്ന് പറഞ്ഞാൽ a/2 എന്നാണ് പറയുന്നത്. So a/2 the whole square. So that will be a square by 4. That will be 1/2 into m omega square a square into 3/4 എന്ന് വരും kinetic energy. ടോട്ടൽ എനർജി നമുക്ക് ഓൾറെഡി അറിയാം. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് 1/2 m ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ആണ് ടോട്ടൽ എനർജി. രണ്ടിന്റെ റേഷ്യോ എടുത്താൽ മതി. സോ 1/2 m ഒമേഗ സ്ക്വയർ എ സ്ക്വയർ 1/2 m ഒമേഗ സ്ക്വയർ എ സ്ക്വയർ മനസ്സിലായി. ബാക്കി 3/4 ആണ് ഉള്ളത്. അതാണ് ആൻസർ. കൈനറ്റിക് എനർജി ബൈ ദ ടോട്ടൽ എനർജി. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദ ടോട്ടൽ എനർജി ഇസ് കൈനറ്റിക്? That will be 3/4, which is the answer for the question. Option B is the right answer for the question. Okay, അങ്ങനെയാണ് ചെയ്യുന്നത്. ഓപ്ഷൻ ബി ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് അവിടെ വരിക. മനസ്സിലായോ? ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദാറ്റ് വാസ് ആൻ ഈസി ക്വസ്റ്റ്യൻ. രണ്ട് കേസസ്, ഡാംഡ് ഓസിലേഷൻ അതുപോലെ ഫോഴ്സ്ഡ് ഓസിലേഷൻ, റെസൊണൻസ്. ഡാംഡ് ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, നമ്മൾ നോർമലി ഒരു ഓസിലേഷൻ നടക്കുമ്പോൾ നമ്മൾ ഗ്രാഫ് താണ്ട് ഇങ്ങനെയാ വരയ്ക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് ഇല്ലാതാവും ഇവന്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഒരു മോഷനെയാണ് നമ്മൾ ഡാംഡ് ഓസിലേഷൻ എന്ന് വിളിക്കാറ്. ആംപ്ലിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു പോകുന്ന മോഷന്. അപ്പൊ ഡാംഡ് ഓസിലേഷൻ പഠിക്കുമ്പോൾ നമുക്ക് ഡാംഡ് ഓസിലേഷന്റെ ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. When an oscillator completes 100 oscillations, its amplitude reduced to 1/3 its initial value. Amplitude കുറഞ്ഞു. What will be its amplitude when it completes 200 oscillations? 200 oscillations ചെയ്യുമ്പോൾ അവന്റെ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് കുറയും എന്നാണ് ചോദ്യം. അപ്പൊ ഡാമ്പിംഗ് എന്ന കൺസെപ്റ്റില് വെച്ച് നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ അങ്ങനെ ഒന്നും വരാറില്ല. അവിടെ തന്നെ ഒരൊറ്റ ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ അല്ലെ? ഒരൊറ്റ ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. അപ്പൊ ഡാമ്പിങ്ങിന്റെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്യാൻ ഒരു ഫോർമുലയുണ്ട്. A is equal to A0 into e raised to minus bt എന്നാണ് നമ്മുടെ ഫോർമുല. I'll show you the formula. A is equal to A0 into e raised to minus bt. അതാണ് ഫോർമുല. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുമ്പോൾ ഒരു ഡാമിംഗ് കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് നമ്മൾ പറയുക. സോ സാർ എഴുതി കാണിച്ചു തരാം. A is equal to A0 into A is equal to A0 into e raised to minus bt. ഈ ഫോർമുല 2 വട്ടം യൂസ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഇവിടെ 2 കേസസ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. 100 ഓസിലേഷൻസ് വരുമ്പോൾ 1/3 ആംപ്ലിറ്റ്യൂഡ് 1/3 ആയി. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് 1/3 ആയി of its initial value. That's A0 into e raised to minus bt. 100 ഓസിലേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഇപ്പൊ ടൈം നമുക്ക് പറയാൻ പറ്റൂലോ? പറയാം. T1 എന്ന് വിളിക്കാം. അടുത്ത കേസിൽ നമുക്ക് അറിയത്തില്ല, എ കണ്ടുപിടിക്കണം. അപ്പൊ A0 into e raised to minus b into T2. ഈ 2 കേസിന്റെയും റേഷ്യോ എടുത്താൽ മതി മക്കളെ. രണ്ടിന്റെയും റേഷ്യോ എടുത്താൽ യു ഗോണ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, അപ്പോൾ അത് ഡയറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റെസണൻസ് എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മൾ ഓൾറെഡി നമുക്ക് അറിയാം. നമ്മൾ AC എന്ന ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും സാർ അതിലേക്ക് ഇൻഡെപ്ത് പോകുന്നില്ല. അപ്പൊ റെസണൻസ് എന്ന കണ്ടീഷനും ഇത് വെച്ച് നമുക്ക് ചെയ്തു പോവാം. റെസണൻസ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വന്നാലും വി ക്യാൻ ഡു ദ സെയിം ഐഡിയ. അപ്പൊ റെസണൻസ് എന്ന് ഓർക്കുക. റെസണൻസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ഓർക്കുക. എക്സ്റ്റേണൽ ഫ്രീക്വൻസിയും നമ്മൾ അപ്ലൈ ചെയ്ത ഫ്രീക്വൻസിയും ഇന്റേണൽ നാച്ചുറൽ ഫ്രീക്വൻസിയും ഈക്വൽ ആകുന്ന സിറ്റുവേഷൻ, അതാണ് റെസണൻസ്. അതുകൂടി മക്കളൊന്ന് ഓർത്ത് വെച്ചേക്കാം അവിടെ കേട്ടോ. അത്രയൊക്കെ മതി. അപ്പൊ ഈ ടൈം പീരീഡ് എഴുതുമ്പോഴേ ഒരു കാര്യം എടുക്കണം. T1 എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി 100T എന്നും
T2 എന്ന് എഴുതുമ്പോൾ 200T എന്നും ആണ് എഴുതാൻ. എന്നിട്ട് ചുമ്മാ റേഷ്യോ എടുത്താൽ മതി, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ മക്കളെ, ഐ തിങ്ക് വി ഷൽ വൈൻഡ് അപ്പ് ദി സെഷൻ. അപ്പൊ നമ്മള് ഓസിലേഷൻസ് എന്ന ടോപ്പിക് ആണ് ചെയ്തത്. അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് കൺസെപ്റ്റും ആണ് സാർ പറഞ്ഞു തന്നത്. മക്കൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സാറ്. മക്കൾ ബാക്കിയുള്ള ചോദ്യങ്ങളും വർക്ക്ഔട്ട് ചെയ്യാം. And in case any doubts arise, do come and ask me. Okay.